ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ട്രേഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? ഈ ഒരു ട്രേഡിംഗ് കോൺസെപ്റ്റിലോട്ട് നമ്മൾ വരാൻ ഇതുപോലെ ഞാനായിക്കോട്ടെ, മാർട്ടിൻ ആയിക്കോട്ടെ, റഹീംക്ക ആയിക്കോട്ടെ, ഞങ്ങൾ 3 പേരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ബിഗിനിങ് ടൈമിൽ വീട്ടിലിരുന്ന് ട്രേഡ് ചെയ്യുന്ന എല്ലാ ട്രേഡേഴ്സിന്റെ ഒരു ഇഷ്യൂ ആണ്. തന്നെ ഇരുന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആള് ലോസായി പോവാണ്. ഓക്കെ, അതായത് അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ, നമ്മൾ ജസ്റ്റ് ആ എൻട്രി എടുത്ത് കഴിയുമ്പോൾ ഫോണൊന്ന് മേടിച്ച് നമ്മുടെ ഒരു മെൻറ്ററിൻ്റെ കയ്യിൽ കൊടുക്കും. ഇനി ഇവനോട് ചോദിച്ചിട്ട് എക്സിറ്റ് ആവാവുള്ളൂ, നീ ഇവനോട് ചോദിച്ചിട്ടേ ആവറേജ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു സാധനം കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിന് അഡ്ജസ്റ്റ് ആയി വരും. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും, ഞാൻ കാണിച്ചൊന്നല്ല ആക്ച്വലി ട്രേഡിംഗ് എന്നുള്ളത്. സോ അങ്ങനെ അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള മരുന്നാണ് നമ്മൾ ആ ട്രേഡിംഗ് ഫ്ലോറിൽ കൊടുക്കുക. അതായത് ഈ വരുന്ന ഫ്ലോറിൽ മെജോറിറ്റി ആൾക്കാരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഏകദേശം ഒരു ദിവസം തന്നെ അവരുടെ ക്യാപിറ്റൽ ഒരു 10 to 20% ഒരു ദിവസം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരു മാസത്തിലോട്ട് നോക്കുമ്പോൾ അത് നല്ലൊരു നമ്പറാണ്. പക്ഷേ എന്നിട്ട് അവർ ലോസ് ആവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ബൈ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഈ 3 പേരും തമ്മിലുള്ള കൺഫ്യൂഷൻസ് ആണ് മാർക്കറ്റിനെ റൺ ചെയ്യിക്കുന്നത്. മണ്ടർ പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 2 മാസത്തോളമായി നമ്മുടെ യൂട്യൂബ് ചാനലൊരു വീഡിയോ വന്നു. ഒരു ട്രേഡിങ് നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കുകയും ചെയ്യാം, ഗ്രൂപ്പായിട്ട് ട്രേഡ് ചെയ്യുന്നൊരു സ്ഥാപനത്തിനെ നമ്മൾ പരിചയപ്പെടുത്തി. അത് കാണാത്ത ആൾക്കാർ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഉണ്ടാവും, അല്ലെങ്കിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അന്ന് നമ്മൾ എത്ര പേരുണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു അല്ലേ? കുട്ടികൾ മുങ്ങി. നിതിനും അതുപോലെ തന്നെ മാർട്ടിനുമാണ്. അപ്പം ഇവരൊരു യുവ സംരംഭകരൊക്കെയാണ്. അപ്പോൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ മുഖ്യ വിഷയം. നമ്മുടെ പോഡ്കാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ 2 പൊക്കി പറഞ്ഞത് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ ബാധികയുടെ പോഡ്കാസ്റ്റ് ഞാൻ ബിഗിനിങ് സ്റ്റേജിലോട്ട് കണ്ടിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ വന്നില്ലായിരുന്നു. സോ ആ ഒരു പോഡ്കാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറുമായിട്ടൊരു പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇബാദിക്കിന്റെ ഫേസ് എനിക്ക് ഫെമിലിയർ ആയി തുടങ്ങിയത് യൂസഫ് അലി സാറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ 2-3 വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം, സന്ദർഭവും സമയവും വരും, അന്നേരം ചെയ്യും. അതാണ് എൻ്റെ കറക്റ്റ് കഥ. അപ്പം നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ പൂർണ്ണമായിട്ടും നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബിഗിനറാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സ്ഥാപനത്തിനെ കുറിച്ച് അറിയാൻ വന്നേക്കുന്നൊരു വ്യക്തി എന്ന രൂപത്തിൽ മാത്രമേ ഇതിനെ നിങ്ങൾ കാണാവുള്ളൂ. ഓക്കെ, ഇപ്പം എനിക്ക് ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, കുറച്ച് മനസ്സിലാക്കി. എനിക്കിതിലേക്കൊക്കെ വന്ന് കുറച്ച് പൈസ എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലേ. ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ വരും. അപ്പം ഞാൻ തൃപ്പൂണിത്തുറയിലൊരു ട്രേഡിംഗ് ഫ്ലോർ ഉണ്ടല്ലോ, ഗ്രൂപ്പായിട്ട് ട്രേഡ് ചെയ്യാവുന്നൊരു വീഡിയോ കണ്ടല്ലോ, ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരാൾ. അപ്പം ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ട്രേഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? ബേസിക്കലി നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ബേസിക്കലി നമ്മളൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിക്കല്ല നമ്മൾ സ്ഥാപനത്തിൽ വന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്നത്. നിങ്ങൾ വരുമ്പോൾ ഒരു ട്രേഡർ എന്നുള്ള രീതി, ഇപ്പം ഇക്കൊക്കെ അറിയാലോ, ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. ആ സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത് അവരൊരു കംഫർട്ടബിൾ ട്രേഡർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ ഒരു 2 month റൺ ചെയ്തപ്പോൾ മനസ്സിലായത് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന ആൾക്കാർ പൊതുവെ പ്രോഫിറ്റബിൾ ആവുന്നുണ്ട്. അതെന്തായിരിക്കും കാരണമായിട്ട് നിങ്ങൾ കണ്ടെത്തി? എന്തായിരിക്കും ഇതിലെ ഈ ട്രേഡിങ് തന്നെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ്, അതിൻ്റെ അനാലിസിസ് നമ്മളിത് അനാലിസിസ് ചെയ്തിട്ടാണ് ഒരു ബൈ ഓർ സെൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ കോൺസെപ്റ്റുകൾ നമുക്ക് ഈസിലി യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മളത് കൂടുതലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ, ഷാരിഖ് ഷംസുദ്ദീനെ പോലെ തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു പഠിത്തത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈക്വലി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു സംഭവമാണ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, സൈക്കോളജി ഒക്കെ. ഇതിനെയും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഈ പഠിക്കുന്ന ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് ഫ്ലോറിലോട്ട് വരുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടാണ്. ഓൾറെഡി ടെക്നിക്കൽ ടേംസുകളായിക്കോട്ടെ, അനാലിസിസ് ആയിക്കോട്ടെ, ഇതൊക്കെ അറിയാം. സ്ട്രാറ്റജി ആയിക്കോട്ടെ, അവർ എന്തിൻ്റെ ബേസിലാണ് ട്രേഡ് ചെയ്യുന്നത് അല്ല അവർക്ക് ക്ലിയർ ആണ്. പക്ഷെ അവർക്ക് വേണ്ടത് ഇമോഷണലി അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് ബേസിസിൽ, സൈക്കോളജി ബേസിസിൽ ഒരു സപ്പോർട്ടാണ്. അതാണ് നമ്മുടെ ട്രേഡിംഗ് ഫ്ലോർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ട്രേഡിംഗ് ഫ്ലോർ കൊടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഒരു അടുത്തോട്ട് വന്നൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഫോറക്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. പുള്ളി നമ്മുടെ വളരെ ബേസിക് പ്ലാൻ എടുത്തിട്ടാണ് വന്നത്.
അതിനുശേഷം പുള്ളി നമ്മുടെ ഹൈ എൻഡ് പ്രീമിയം പ്ലാനിലോട്ട് 3 മന്തിൻ്റെ പ്രീമിയം പ്ലാനിലോട്ട് ഷിഫ്റ്റ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ആ ഒരു എൻവയറമെൻറ്റുമായിട്ട് കംഫർട്ടബിൾ ആയത്, പുള്ളി എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മളോട് പ്രൊവൈഡ് ചെയ്തത്. അവിടെ എന്താ പ്രോഫിറ്റ് അല്ല, നമ്മൾ എന്താ പറയുക, ഈ ഓവറോൾ ഈ ട്രേഡിങ്ങിന് മൊത്തത്തിലൊരു ബബിളുണ്ട്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് കാശുകാരനാവാം, പെട്ടെന്ന് കോടീശ്വരനാകാം, ബെൻസ് BMW നമുക്ക് ഇഷ്ടമുള്ള വണ്ടികൾ എടുക്കാം. ഇതാണ് യൂഷ്വൽ ഉള്ള മിത്ത്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം ഞാനിപ്പം പേഴ്സണലി ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്, കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, എൻ്റെ ലോസുകളായിട്ട് അവർക്ക് വിസിബിൾ ആണ്. അപ്പം ഇതൊക്കെ എന്താ ഒരു മിത്തല്ല, അത് ജസ്റ്റ് ഒരു മിത്താണ് എന്ന് ഒരു മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. യൂഷ്വലി ഇത് മനസ്സിലാവും. ഞാനും മനസ്സിലാക്കിയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഓൾമോസ്റ്റ് ഒരു 1.5 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചധികം പൈസ പോയി കഴിയുമ്പോഴാണ് ഈ സംഭവം, അതായത് ഈ പറയുന്ന പോലെ ഒന്നുമല്ല, ഈ കാണിക്കുന്നതൊക്കെ വെറുതെ ഒരു ഗിമിക്കാണ്. നമുക്കിനി ഇത് അതായത് പ്രോപ്പർലി റിസ്ക് മാനേജ് ചെയ്യാണ്ട് ഇതിൽ, അതായത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തും. അവിടെയാണ് നമ്മൾ എന്താ അത്യാവശ്യം ഇതിൽ പൈസ മേക്ക് ചെയ്യുന്നത്. ഞാനിത് മനസ്സിലാക്കണതേ മാർട്ടിൻ, അതായത് ഇപ്പം ഞാനൊരു വീട്ടിലിരുന്ന് ഒരു അടച്ച മുറിയിലിരുന്ന് ഒരു ലാപ്ടോപ്പും ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എനിക്കൊരു സ്ട്രെസ്സ് വരാം, അല്ലേ? ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ചിലപ്പോൾ ലോസ് സംഭവിക്കാം, അല്ലെങ്കിൽ ലോസ് സംഭവിക്കുമ്പോൾ ഞാൻ കൂടുതൽ പൈസ അതിലേക്ക് ഇടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കൊരു ഗൈഡ് ലൈൻസ് പോലെയുള്ള സാധനങ്ങൾ തരാൻ ആരുമില്ല. ഈ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഇൻഡിവിജ്വലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു പ്രൊഫഷൻസ് ഉള്ളപ്പോൾ ഒരു പക്ഷേ നീ അതിപ്പോൾ ചെയ്യേണ്ട കേട്ടാ, പിന്നെ ചെയ്താൽ മതി എന്നുള്ളൊരു ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ വരും. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വേറൊരു വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കഥയുണ്ട് മാർട്ടിൻ. ബിക്കോസ് നമ്മൾ വീട്ടിൽ നിന്ന് ട്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മളുടെ ഭാഷയും അല്ലെങ്കിൽ നമ്മളുടെ ആക്ടിവിറ്റിയും നമ്മുടെ പാരൻസിനോ നമ്മുടെ പാർട്ട്ണർക്കോ മനസ്സിലാവണമെന്നില്ല, അല്ലേ? എന്താണെന്നറിയാമല്ലേ, ചേട്ടൻ രാവിലെ മുതൽ റൂം അടച്ചിരുന്നിട്ട് ഒരു പച്ചയും റെഡും ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അല്ലേ? അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും അവരങ്ങനെ അതിനെ ജഡ്ജ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇവിടെയും പോലെ ഒന്ന് റിലാക്സ്ഡ് ആണ്, അല്ലേ? ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്, അല്ലേ? കൂടുതൽ മനസ്സിലാക്കണം. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബെനിഫിറ്റ് ഒക്കെ ആയിരിക്കും കിട്ടുന്നതെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ, റീസെന്റ് ട്രേഡിംഗ് ഫ്ലോറിൽ വന്ന ഒരാൾ, സോ അവരുടെ ഈ പറഞ്ഞ പോലെ ഫാമിലി വൈസ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയൊക്കെ പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് പറയാം, അപ്പോൾ ആളിവിടെ പഠിക്കാനാന്ന് പറഞ്ഞ്, മീൻസ് വേറൊരു പ്രൊഫഷനാണെന്ന് പറഞ്ഞ് കൊച്ചിക്ക് വന്ന ആൾ ട്രേഡിംഗ് ഫ്ലോറിലോട്ട്. ആളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇക്ക പറഞ്ഞ പോലെ തന്നെ ഇരുന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ ലോസായി പോവാണ്. ഓക്കെ, അതായത് അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ, നമ്മൾ ജസ്റ്റ് ആ എൻട്രി എടുത്ത് കഴിയുമ്പോൾ ഫോണൊന്ന് മേടിച്ച് നമ്മുടെ ഒരു മെൻറ്ററിൻ്റെ കയ്യിൽ കൊടുക്കും. നീ ഇവനോട് ചോദിച്ചിട്ട് എക്സിറ്റ് ആവാവുള്ളൂ, നീ ഇവനോട് ചോദിച്ചിട്ടേ ആവറേജ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു സാധനം കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിന് അഡ്ജസ്റ്റ് ആയി വരും. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും, ഞാൻ കാണിച്ചൊന്നല്ല ആക്ച്വലി ട്രേഡിംഗ് എന്നുള്ളത്. സോ അങ്ങനെ അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള മരുന്നാണ് നമ്മൾ ആ ട്രേഡിംഗ് ഫ്ലോറിൽ കൊടുക്കുക. ഇപ്പോൾ ഇപ്പോൾ മാർട്ടിൻ പറഞ്ഞില്ലേ, ഈ മെൻറ്റർ എന്ന് പറഞ്ഞൊരു വേർഡ് ഉപയോഗിച്ചത്, എന്ത് മെൻറ്റർഷിപ്പാണ് നമുക്ക് കിട്ടുന്നതിൻ്റെ? ഇതിൽ ഇപ്പം നമ്മുടെ ഫ്ലോറിലോട്ട് വന്ന് ഇത്ര നാളത്തെ നമ്മുടെ 2 മന്ത്സിൻ്റെ എക്സിസ്റ്റിംഗ് ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയാം. അതായത് ഈ ഫ്ലോറിലോട്ട് വരുന്ന ആൾക്കാരിൽ കുറേ ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതായത് സത്യം പറയാമല്ലോ, നമ്മുടെ ഇവർ കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ കുറച്ച് ക്ലയൻസ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പം ഇവർ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് മാർക്കറ്റിൽ കളഞ്ഞു. അതായത് ഇവർ എവിടെ നിന്നൊക്കെ കേട്ടു ഈ മാർക്കറ്റിൽ അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് കേട്ടു. എന്നിട്ട് ഇവർ നല്ലൊരു എമൗണ്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവർ നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്തു, മാർക്കറ്റിലോട്ട് ഇട്ടു. നല്ലൊരു എമൗണ്ട്, ഞാൻ എമൗണ്ട് എത്രയാണെന്ന് പറയുന്നില്ല, നല്ലൊരു എമൗണ്ട് അവിടെ നിന്ന് പോയി. 10 ലക്ഷം, അതിനേക്കാളും കൂടുതൽ, അതിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും പോയിട്ടുണ്ട്. പിന്നല്ല, ഇപ്പം നമ്മൾ ആ ഒരു സ്റ്റോറിയൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ആവുന്ന, ഓക്കെ ഫൈൻ, ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഒരു മാർക്കറ്റാണ്, പക്ഷെ അത്രത്തോളം പൈസയും കൂടെ കളയാനുള്ള മാർക്കറ്റാണ്. ഇപ്പം ഇക്ക ചോദിച്ചില്ലേ ഈ മെൻറ്റേഴ്സിൻ്റെ അവിടെ എന്താ ഒരു റോൾ ഉള്ളത്? ഈ മെൻറ്റേഴ്സിനാണ്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തോട്ട് വന്നു, ട്രേഡിംഗ് ഫ്ലോർ ആക്സസ് എടുക്കാൻ നമ്മുടെ അടുത്തോട്ട് വന്നു. നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയോട് ഡിസ്കസ് ചെയ്തും പുള്ളിയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും പുള്ളിയുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയും പുള്ളിയുടെ ഒരു ട്രേഡിംഗ് നോളജും ഇതൊക്കെ നമ്മൾ മാക്സിമം ചോദിച്ച് നമ്മൾ അറിയും. എന്നിട്ട് നമുക്ക് തന്നെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം ഇങ്ങനെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ട്രേഡുകൾ എടുക്കാൻ പറ്റും. ഇതിൽ മെയിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല, അവർ മാർക്കറ്റിലോട്ട് വന്നു കഴിയുമ്പോൾ അവരെ ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. ഈ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഈ മെന്റേഴ്സ് വഴി നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യുന്നത്. അപ്പം മെന്റർമാർ പറയുമോ ഇത് ഇപ്പം ഞാൻ പറയണമെങ്കിൽ ബാധ നിങ്ങൾ ഇത് ചെയ്യണ്ട, ഇന്നെ പോലത്തെ ചില പ്രശ്നം ഡെഫിനറ്റ്ലി അവിടെ മെന്റർക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാകില്ല എന്ന് ആൾക്കാർ ചിന്തിക്കില്ലേ? ഇക്ക വരുവാന്ന് വിചാരിക്കാം, ഇക്ക ഒരു 3 ദിവസം ഇരുന്നിട്ട് 3 ദിവസം ഇക്ക വെറുതെ ആ ഫ്ലോറിൽ നിന്ന് പ്രോഫിറ്റബിൾ ഒന്നും ഇല്ലാണ്ട് പോവാണ്. ഓക്കെ, അത് ആസ് എ ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുക ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ലാത്തതുകൊണ്ട് കയറേണ്ടതാണ്.
പക്ഷെ ആ ക്ലയൻറ്റ് എന്താ വിചാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വന്ന് ട്രേഡ് കിട്ടിയില്ലല്ലോ എന്നാണ് ആ ഒരു രീതിക്കാണ് അവർ വിചാരിക്കുക. അപ്പോൾ ആക്ച്വലി നമ്മളവിടെ ചെയ്യുന്നത് നിങ്ങൾ ട്രേഡ് എടുക്കണ്ടെന്ന് തന്നെ പറയാണ്. ഇത് റൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് എടുത്താൽ മതി. ഇപ്പോൾ ഒരുപാട് ടൈമിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ ഇന്ന് ട്രേഡ് എടുക്കണ്ട, ഫ്ലോറിൽ വന്നാണ് പക്ഷേ ഇന്ന് ട്രേഡ് എടുക്കേണ്ട. കാരണം മേ ബി എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറിൽ ആ ഒരാൾക്ക് എൻട്രി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഗൈഡൻസ് ഉണ്ടല്ലോ. ഇതിപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ഇക്കൊന്ന് ആലോചിക്കുക, രാവിലെ 9:30 തൊട്ട് ഇക്ക ഒരു 3:30 വരെ ചാട്ടിന് ഫ്രണ്ടിലിരിക്കാം, 3 ദിവസം ഇരുന്നു, ഒന്നും കിട്ടില്ല. ഇക്കയ്ക്ക് ഓട്ടോമാറ്റിക് എന്നാ പിന്നെ ഇന്ന് എടുത്തേക്കാം എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു തെറ്റായ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ത് ചെയ്യുക, ഇക്ക പോയി എടുക്കുക. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ആവും. പക്ഷെ ഒരു മെച്യൂർ ട്രേഡറിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ റൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്ന ടൈം വരെ ആൾ വെയിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ആള് റിയാക്ട് ചെയ്യുക. അപ്പം ആ ഒരു മെന്റൽ കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് 3 ദിവസം കിട്ടിയില്ല, 4ാമത്തെ ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതൊക്കെയാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്നത്. അല്ല ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ നമ്മുടെ അന്നത്തെ യൂട്യൂബ് വീഡിയോ ചെയ്ത സമയത്ത് എന്നെ പേഴ്സണലി പല കമൻസ് നമ്മളിങ്ങനെ റീഡ് ചെയ്യുമ്പോൾ ചില ആളുകൾ ഇതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഒബ്വിയസ്ലി അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് നെഗറ്റീവായിട്ട് പറയും. പക്ഷേ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കുറച്ച് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്ത് കൊള്ളാം, ഇത് നല്ലൊരു കോൺസെപ്റ്റാണ്, ഇതുവരെ കേൾക്കാത്തൊരു സംഭവമാണ്, കൊള്ളാം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഗ്രൂപ്പായിട്ടിരുന്ന് ട്രേഡ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം എന്ന കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് ആക്ച്വലി എത്തിയത്? അത് ഞാൻ പറയാം. അതായത് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്, എൻ്റെ പപ്പ ആയിക്കോട്ടെ മമ്മി ആയിക്കോട്ടെ, പപ്പ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കൃഷി ചെയ്യുന്നൊരു ഫാമിലിയാണ് എൻ്റെ. അപ്പം ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ട കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. ഞാൻ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു കൊറോണയുടെ ശേഷം ബാംഗ്ലൂർ വർക്കിംഗ് ആയിരുന്നു, MNCയിൽ വർക്കിംഗ് ആയിരുന്നു, പക്ഷേ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ എന്താ പറയുക ട്രേഡിങ്, ഞാൻ ഇൻട്രാഡേ അതുപോലെ തന്നെ കുറച്ചും കൂടെ കൂടുതൽ ഫോക്കസ് ചെയ്ത് തുടങ്ങി. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു പൊസിഷൻ എടുത്ത് കിട്ടോ, അന്നേരം വിളിയരും ഇതിനെ ഇങ്ങോട്ട് പോകണം, ആ പമ്പ് ഒന്ന് ഓണാക്കണം, അല്ലെങ്കിൽ പണിക്കാരെ കൊണ്ടുപോയി വിടണം, അല്ലെങ്കിൽ പണിക്കാർക്ക് ഫുഡ് എത്തിക്കണം, ഇതായിരിക്കും കോൾ വരിക. അപ്പം ഞാൻ എന്തെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ, അപ്പം നമ്മളവിടെ ഇരിക്കുമ്പോൾ മമ്മി ആയിരിക്കും ഉണ്ടായിരിക്കുക, പപ്പ പുറത്ത് എവിടെ ആയിരിക്കും, പണിക്കാട് കൂടെ ആയിരിക്കും. അപ്പം ഞാൻ എന്തായാലും പോകണം. അപ്പം പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, എൻ്റെ പൊസിഷൻ ഇവിടെ റണ്ണിങ് ആയിരിക്കും. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചിട്ടില്ല, ടാർഗറ്റ് ഞാൻ വെച്ചിട്ടില്ല, ഞാൻ പൊസിഷനിൽ ഇരിക്കാന്ന് മമ്മിയോട് പറയാൻ പറ്റത്തില്ല എനിക്ക്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ആ ഒരു ഡിസ്ട്രാക്ഷൻ വരുമല്ലോ, ആ ഡിസ്ട്രാക്ഷനോട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നഷ്ടങ്ങൾ എപ്പോഴും വന്നിട്ടുണ്ട്. പേഴ്സണലി ട്രേഡിങ്ങിലും ഫിനാൻഷ്യൽ അത്യാവശ്യം നഷ്ടങ്ങൾ ആ ഒരു സംഭവം കൊണ്ട് എനിക്ക് വന്നിട്ടുണ്ട്. അതായത് പ്രോപ്പർലി സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ടൈം ഇരിക്കാൻ പറ്റാതെ ആ ഡിസ്ട്രാക്ഷൻ കൊണ്ട് ലോസസ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ട്രേഡിംഗ് കോൺസെപ്റ്റിലോട്ട് നമ്മൾ വരാൻ ഇതുപോലെ ഞാനായിക്കോട്ടെ, മാർട്ടിൻ ആയിക്കോട്ടെ, റഹീംക്ക ആയിക്കോട്ടെ, ഞങ്ങൾ 3 പേരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ബിഗിനിങ് ടൈമിൽ വീട്ടിലിരുന്ന് ട്രേഡ് ചെയ്യുന്ന എല്ലാ ട്രേഡേഴ്സിൻ്റെ ഒരു ഇഷ്യൂ. ചിലപ്പോൾ എന്തെങ്കിലും നല്ല ട്രേഡ് എടുക്കാൻ പോകണം, അതെ മതി ഒന്ന് നിർത്തി വന്ന് ഈ മണ്ണെണ്ണ മേടിച്ചോണ്ട് വാ എന്ന് പറയുമ്പോഴായിരിക്കും, മണ്ണെണ്ണ മേടിക്കാതിരിക്കാനും പറ്റില്ല, കാര്യം വീട്ടുകാർ ചീത്ത പറയുമല്ലോ, അല്ലെങ്കിൽ കടയിൽ പോയിട്ട് വാ എന്ന് പറയുമ്പോഴായിരിക്കും അവിടെ ട്രേഡ് എടുക്കണ കടയിൽ പോണ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു പ്രോബ്ലത്തിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഇക്ക സീരിയസ്ലി പറയാം, ഇപ്പം മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഓക്കെ, ഇവർ അവരുടേതായ രീതിയിലുള്ള 2 to 3 months കോഴ്സസ് ആയിരിക്കും ബ്രോ. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ആഫ്റ്റർ കോഴ്സ് സർവീസസ് ആണ്. അതായത് വൺസ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഡെഫിനറ്റ്ലി പറയാലോ 100% പഠിച്ചതുകൊണ്ട് മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. മാർക്കറ്റിലെ എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത് ഒരു പ്രോപ്പർലി അത്യാവശ്യം അറിയാവുന്ന ഒരാളുടെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. അവരുടെ ഡെഫിനറ്റ്ലി എല്ലാവരും പറഞ്ഞു കൊടുക്കും. പക്ഷേ എക്സ്പീരിയൻസ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പോലും ഇപ്പം നീ ട്രേഡ് ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചാന്ന് പറഞ്ഞു. ഞാൻ നോർമലി ഒരു ചോദിക്കുകയാണ്, ഇവിടെ ഒന്ന് എനിക്കും കാണിച്ചാടാ, എനിക്കൊന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു ബിഹേവിയർ? അവൻ കാശുണ്ടാക്കണം, ഞാൻ ഉണ്ടാക്കിയാമെന്ന ആറ്റിറ്റ്യൂഡാണോ? ഇല്ല, അങ്ങനെയായിരുന്നു നമ്മൾ ഒരിക്കലും ട്രേഡിംഗ് ഫ്ലോറിലോട്ട് വരത്തില്ലായിരുന്നു. എന്നെ ചിന്തിപ്പിച്ചതാണ്. അതെങ്ങനെയാണ് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ കുറച്ചൊരു ഇന്റലക്ച്വൽ ഗെയിമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ, കുറച്ചുകൂടെ ഒരു ബ്രില്യൻറ്റ് ഗെയിമായിട്ട് കാണും. അപ്പോൾ എൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ഗെയിമിനെ ഞാൻ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മറ്റുള്ളവർക്ക് സെല്ല് ചെയ്ത് കൊടുക്കുമോ ഈ ഒരു കാലഘട്ടത്തിൽ? ഡെഫിനറ്റ്ലി ഇത് എന്താ പറയുക, ഇതൊരു സ്കില്ലാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഞാൻ ട്രേഡ് എടുക്കും. ഒരിക്കലും ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതിയിൽ മാർട്ടിൻ അവിടെ വന്നിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ എന്തോ ഇവിടെ ഇമോഷൻ, ഞാൻ പറഞ്ഞല്ലോ ഇമോഷൻസ് സൈക്കോളജിയാണ്. ഇപ്പം എൻ്റെ ഇമോഷൻ കപ്പാസിറ്റി ആയിരിക്കത്തില്ല മാർട്ടിൻ്റെ. ഞാനൊരു ട്രേഡ് കുറച്ചും കൂടെ ലോസ് വരുന്നത് ഞാൻ ആവറേജ് ചെയ്യാൻ ഞാൻ ട്രൈ ഔട്ട് ചെയ്യുമായിരിക്കും, പക്ഷേ മാർട്ടിൻ അത് ചെയ്യത്തില്ലായിരിക്കും. മാർട്ടിൻ ലോസ് കാണുമ്പോൾ അത് കട്ട് ചെയ്ത് മാറും. പ്രോഫിറ്റ് ആണെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് കട്ട് ചെയ്ത് മാറും, ലോസ് ആണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കും. എല്ലാവരുടെ മെന്റ് അതാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ബൈ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഈ 3 പേരും തമ്മിലുള്ള കൺഫ്യൂഷൻസ് ആണ് മാർക്കറ്റിനെ റൺ ചെയ്യിക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കാന്ന് വിചാരിക്കും. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെല്ലാം ഒരേ രീതിയിൽ ചിന്തിക്കാന്ന് വിചാരിക്കും. എന്താ സംഭവിക്കുക?
നേരെ അതിന്റെ പ്രൈസ് ഇപ്പം നമ്മൾ ബൈ ചെയ്യുവാണെങ്കിൽ അതിന്റെ പ്രൈസ് മേളിലോട്ടാണ് പോകത്തുള്ളൂ. നമ്മുടെ ഒരു ഡിഫറൻസ്, ചിന്തയിലുള്ള ഡിഫറൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഒരു ട്രാൻസാക്ഷൻസ് കൊണ്ട്. ഇപ്പം ഞാൻ ബൈ ചെയ്യുമ്പോൾ ഇക്ക സെല്ല് ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്താണ് അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുക അല്ലേ. ആ ഒരു ലോജിക്കാണ് ബേസിക്കലി വരാം. അപ്പം ഇതൊരു കോൺസെപ്റ്റ് ആണ് ആക്ച്വലി. ട്രേഡിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആകുമ്പോൾ ഇതിന് വലിയൊരു ഫ്യൂച്ചർ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട്? അപ്പോൾ നിങ്ങളുടെ ടീമിൻ്റെ ഒരു വിഷൻ എന്തായിരിക്കും? ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു അപ്ഡേറ്റ് അല്ലേ, മെറ്റാൻ്റെ AI നമ്മുടെ ചാറ്റ് GPT സെയിം സംഭവം തന്നെ ബിസിനസ് വാട്സാപ്പ് നോർമൽ വാട്സാപ്പിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടില്ല, പക്ഷേ ബാക്കി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഈ ഒരു AI-ക്ക് ഇതിൽ നല്ല രീതിയിലുള്ള റോളുണ്ട് ട്രേഡിംഗിൽ. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഫോറക്സിൽ EAs എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്, പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ആൽഗോസ് ഉണ്ട്, കോപ്പി ട്രേഡുകളുണ്ട്. അതായത് ഈ ഒരു AI എന്നുള്ള സോഫ്റ്റ്വെയർസിനെ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ നമ്മുടെ ട്രേഡിംഗ് എന്നുള്ളത് കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അസിസ്റ്റ് ചെയ്യുന്ന കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമ്മൾ ആ ഒരു മേഖലയോട്ട് അത്യാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ആ ഒരു അതായത് Web3 എന്നുള്ളൊരു ഇതിലോട്ട് നമ്മളും കൂടെ ഒന്ന് എന്താ പറയുക അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ഫ്യൂച്ചർ പ്ലാൻ, നിയറസ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഷോർട്ട് ടേം പ്ലാൻ എന്ന് പറയുന്നത്. നമ്മുടെ ലോങ് ടേം പ്ലാൻ എന്ന് എപ്പോഴും നമ്മളിത് തുടങ്ങിയതും നമ്മൾ ചെയ്യുന്നതും ഇപ്പം ഇക്ക പറഞ്ഞില്ലേ, ഇതുകൊണ്ട് നമുക്ക് എന്താ ഒരു ബെനിഫിറ്റ്. ഞങ്ങൾ സത്യം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ജെന്യുവൻ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്പർ ഓഫ് ട്രേഡേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ മോത്തിലാൽ ഓസ്വാൾ, ഈ ബ്ലാക്ക് റോക്ക് ഒക്കെ പോലെ തന്നെ ഒരു AMC കമ്പനിയാണ് നമ്മളൊരു നിയർ ഒരു 5 years നമ്മുടെ ഒരു ഗോളായിട്ടിരിക്കുന്ന ഒരു മൈൻഡിലിരിക്കുന്ന ഒരു പ്ലാൻസ് എന്ന്. അതായത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് ഈ ഒരു ട്രേഡിംഗ് ഫ്ലോർ ആയിക്കോട്ടെ, കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ നടക്കുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനേക്കാൾ അപ്പുറം ഒരു ഭാവിയിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്കുള്ള ഒരു വഴി കാണിക്കലാണ് ഈ ഒരു ഡെഫിനറ്റ്ലി. അതായത് നമുക്ക് ഇവിടെ വരുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിൽ ഒരു അറ്റ് എ ടൈം 20 പേർക്കാണ് ആക്സസ് ചെയ്യാൻ പറ്റുക. ഈ 20 പേരിൽ എങ്ങനെ പോയാലും ഒരു 1-2 പേര് അത്യാവശ്യം അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് വേണ്ടതും അതുപോലെ തന്നെ ട്രേഡേഴ്സിനെയാണ് മാർക്കറ്റിൽ വേണ്ടത്. അപ്പം ഇവർക്കെന്ന് വെച്ചിട്ട് എത്രത്തോളം പൊട്ടൻഷ്യലുള്ള ആ സ്കിൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല, കിട്ടുന്നില്ല. അവരെ നമുക്ക് എന്താ പറയുക കാറ്റഗറൈസ് ചെയ്ത് ഇതിലെടുക്കാൻ നമുക്ക് പറ്റും. ഒരു ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത് AMC തന്നെയാണ് നമ്മുടെ ഡെഫിനറ്റ്ലി. ഇതിൻ്റെ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം മാർട്ടിൻ AI-യെക്കുറിച്ചും സോഫ്റ്റ്വെയർസിനെ കുറിച്ചും സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു സാധാരണക്കാരെന്ന രൂപത്തിൽ എനിക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറുകൾ വഴി ഇപ്പോൾ ട്രേഡ് ചെയ്യാമെന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്, ബോട്ട് ട്രേഡ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അത് നല്ലതാണോ മോശമാണോ? ആക്ച്വലി ബോട്ട് വഴി ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് കുറവാണ്. കാരണം സെബി അംഗീകരിച്ചിട്ടുള്ള ബോട്ട്സ് ഒക്കെ വളരെ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. അത് നമുക്ക് അതിന്റെ ഒതന്റിസിറ്റി കൃത്യമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ ആൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇപ്പോൾ ഒരു ഗ്രേ ഏരിയയിലാണ് ഇക്ക നിൽക്കുന്നത്. അതായത് സെബി അംഗീകരിച്ചിട്ടില്ല എന്നാൽ സ്റ്റിൽ ആൾക്കാർ എക്സിസ്റ്റിംഗ് ഫേംസ് ബ്രോക്കേഴ്സ് ഒക്കെ അതിന്റെ API ത്രൂ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആൽഗോ ട്രേഡിംഗിലോട്ട് മെയിൻലി വരുമ്പോഴത്തേനും ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഏരിയാസാണ്. അതായത് ഞാൻ പറയാം, എന്താ ഇക്ക വെറുതെ വീട്ടിലിരുന്നാൽ മതി, ഞാൻ ഇക്ക ഒരു 25,000 വിളിച്ചിട്ടുണ്ട്, ബോട്ട് ട്രേഡ് ചെയ്തോളും. ഇക്കൊക്കെ തോന്നുന്നുണ്ടോ ഇക്കൊക്കെ വേണ്ടി ഒരു ബോട്ട് പണി എടുത്തിട്ട് പൈസ ഉണ്ടാക്കി തരുന്നു? ഈവൻ ദോ നല്ല ആൽഗ്രോസിനൊക്കെ നല്ല ഈ ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഒരു വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഒരിക്കലും ഒരു 25,000 കൊടുത്ത് നമുക്ക് എല്ലാ ദിവസവും ബോട്ട് 1,000-2,000 രൂപ വെച്ച് നമ്മുടെ ചെലവ് തരില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആൾക്കാർ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ ബോട്ട് വഴി ട്രേഡ് ചെയ്യാന്നുള്ള ആരെങ്കിലും വിളിച്ചാൽ എന്ത് പറയണം? ഇപ്പൊ ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ട്രേഡിംഗ് ഫ്ലോറിൽ ഒരു എൻക്വയറി ആയിട്ട് വന്നതാണ്. ബോട്ട് വഴി ട്രേഡ് ചെയ്തിട്ടൊരു മലപ്പുറംകാരൻ ആളുടെ ഏകദേശം നല്ലൊരു എമൗണ്ട്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപയുടെ മീളിലുള്ള ഒരു എമൗണ്ട് പോയി ആ ഒരു സ്റ്റേജിലാണ് ആൾ നിൽക്കുന്നത് ബോട്ട് വഴി ട്രേഡ് ചെയ്തിട്ട്. ഇവരെന്ത് ചെയ്തു, ഈ ബോട്ട് വഴി ട്രേഡ് ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്തു, ഈ ബോട്ട് അടിച്ചുപോയി. പിന്നെ ആളും ഇല്ല, ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയി. ആ ഒരു രീതിയിലായി. സോ അപ്പോൾ ഇത് ഒരു ഗ്രേ ഏരിയാസാണ്. പക്ഷേ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള, അതായത് പബ്ലിക്ലി വിസിബിൾ ആയിട്ടുള്ള ഒരുപാട് മേഖലകളിലോട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാവർക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ട്രേഡ്സ് കാണാൻ പറ്റുന്ന ഒരു ബോട്ടിന്റെ ഒരു ഇന്റഗ്രേഷൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒബിയസ്ലി ഇപ്പോൾ ആരെങ്കിലും ബോട്ട് വഴി ട്രേഡ് ചെയ്ത് കാശ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ചെയ്യണ്ട. എന്നെ വിളിച്ച ആൾ കണ്ടോ അല്ല കാര്യം ഓപ്പണായിട്ട് നിങ്ങളെപ്പോലത്തെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലോ. ഈ ഫോർ എക്സാമ്പിൾ ഇതൊരു കോൺസെപ്റ്റ് ആകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതിൻ്റെ ത്രില്ലിലായിരിക്കും അല്ലേ? ഓരോ ദിവസം ചെല്ലുന്നവർ പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, കുറേ ആളുകൾ ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നു. ആ വരുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം തന്നെ ഇത്
എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഇപ്പം ഡേ ടു ഡേ നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിലോട്ട് വരുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് എങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് മാർക്കറ്റിലോട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പം പേഴ്സണലി ഞാൻ ഫോറക്സിൻ്റെയും ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ആൾക്കാരുടെ സ്റ്റോറീസ് കേൾക്കുമ്പോഴാണ് ഇതിനെ എങ്ങനെ നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് മാർക്കറ്റിൽ എന്താണോ വേണ്ടത് ആ ഒരു സംഭവം എങ്ങനെ മാർക്കറ്റിലോട്ട് എത്തിക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു ഫോർമാറ്റിലാണ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രൊവൈഡ് ചെയ്ത ഒരു കൈൻഡ് ഓഫ് ഒരു കോഴ്സ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നമ്മൾ ഇത്ര ചെയ്തതുള്ളൂ, എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീസ് ചിലവാക്കും. ഈ ഫീസിനെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഈ ഒരു നമ്മൾ പേഴ്സണലി നമ്മൾ മെൻറ്റേഴ്സ് തന്നെ എന്ത് ചെയ്യും, അത് മാർക്കറ്റിലൂടെ ഇൻവെസ്റ്റ് ചെയ്യും. ഇതിൽ നിന്ന് വരുന്ന ഒരു റിട്ടേൺ ഉണ്ടല്ലോ, ഈ റിട്ടേൺ നമ്മൾ പേഴ്സണലി എടുക്കത്തില്ല. ഇതിൻ്റെ ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ മെജോറിറ്റി പ്രോഫിറ്റ് നമ്മൾ സ്റ്റുഡൻസിന് തന്നെ ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കും. അവൻ്റെ കാശിട്ട് അവന് പഠിക്കാം. ഡെഫിനറ്റ്ലി ഇത് കഴിയുമ്പോഴത്തേക്ക് കോഴ്സ് കഴിയുമ്പോഴത്തേക്കും അവന് അത്യാവശ്യം ട്രേഡ് ചെയ്യാനുള്ളൊരു സ്കില്ല് പഠിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവൻ മുടക്കിയ പൈസേൻ്റെ ഒരു റിട്ടേൺ അവന് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത X5 ബാച്ചിന്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊരു പർപ്പസ് ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റ്ലി യെസ്. അതല്ലാതെ കോഴ്സ് വിറ്റ് കുറെ ആവാന്നുള്ളതല്ല, കോഴ്സ് വിറ്റ് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതല്ല നമ്മുടെ പർപ്പസ്. AI എന്ന് പറയുന്നത് അപ്പുറത്തൊരു ഗുഡ് സൈഡ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ബാഡ് സൈഡും ഉണ്ട്. ഡെഫിനറ്റ്ലി എന്താ പറയുക, AI കൊണ്ട് തന്നെ ഡയറക്ട്ലി അവരുടെ ജോബിന് അഫക്ട് ചെയ്തിട്ട് ഇഷ്ടംപോലെ, എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ലേ ഓഫ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടെയാണ്. അപ്പം ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്, ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പാസീവ് ഇൻകം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള സാധനമുണ്ട്, ലോ റിസ്ക് ആയിട്ടുള്ള സാധനമുണ്ട്. ഈ ലോ റിസ്ക് ഉള്ള സംഭവത്തിൽ റിട്ടേൺ കുറച്ച് കുറവായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഈ ലോ റിസ്ക് ഉള്ള കാറ്റഗറി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ജോലിയുടെ കൂടെ തന്നെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. വൺസ് ഇൻ കേസ് ലേ ഓഫ് എന്ത് സംഭവിച്ചു, ആ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് വലിയൊരു പ്രശ്നം ഇല്ലാണ്ട് അവർക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്കില്ല് ഡെഫിനറ്റ്ലി അവരെ ഹെൽപ്ഫുൾ എപ്പോഴും ചെയ്യും. ഡെഫിനറ്റ്ലി ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ഈ ഒരു ഫ്ലോറിൽ വന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതല്ല നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്, അല്ലേ? അതിന് ഞാൻ കൗണ്ടർ ചെയ്യാം. അതായത് പ്രോഫിറ്റ് ആദ്യം നമ്മൾ ഫ്ലോർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ മൈൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന എല്ലാ ആൾക്കാരും നമുക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റത്തില്ല. അത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, ട്രേഡിങ്ങിലുള്ള ഒരു സത്യാവസ്ഥയാണ്. പക്ഷേ എന്നാലും നമ്മൾ അവിടെ പറഞ്ഞത് ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പ്രോഫിറ്റ് അല്ല നമ്മളിവിടെ മെയിൻ ഫോക്കസ്, അസിസ്റ്റൻസ് ആണ്. പക്ഷേ ഗോയിങ് ഫോർവേഡ് നമുക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. അതായത് ഈ വരുന്ന ഫ്ലോറിൽ മെജോറിറ്റി ആൾക്കാരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഏകദേശം ഒരു ദിവസം തന്നെ അവരുടെ ക്യാപിറ്റൽ ഒരു 10 to 20% ഒരു ദിവസം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരു മാസത്തിലോട്ട് നോക്കുമ്പോൾ അത് നല്ലൊരു നമ്പറാണ്. പക്ഷേ എന്നിട്ട് അവർ ലോസ് ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ആദ്യം കുറച്ച് മുമ്പ് പറഞ്ഞ ഇമോഷൻസ് ആണ്. നമ്മൾ ആദ്യം ഒരു പ്രോഫിറ്റ് കിട്ടി, പിന്നെ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടി, വീണ്ടും ഒരു ട്രേഡ് എടുത്തു, അതിൽ നമുക്ക് പ്രോഫിറ്റ്, പിന്നെ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വന്നു. നമ്മൾ എന്തായിരിക്കും ഒറ്റ അടിക്ക് മൊത്തം റിസ്ക് ഇട്ടിട്ട് അത് കിട്ടിയതും പോകും, പിന്നെ കയ്യിലുള്ളതും കൂടെ പോകും. ഇതാണ് എല്ലാവരുടെ ഒരു നോർമലൈസ്ഡ് സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മുടെ ഫ്ലോറിലോട്ട് വരുന്ന ആൾക്കാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യം മാർട്ടിൻ പറഞ്ഞ പോലെ, ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ക്രീനിങ് പ്രൊസീജിയർ ഉണ്ട്. അത് അവരറിയാതെ തന്നെ നമ്മൾ എന്തായാലും സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ പുള്ളീനെ എങ്ങനെയാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കേണ്ടത്, എന്താണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതിൻ്റെ ബേസിസിലായിരിക്കും മെൻറ്റേഴ്സിനുള്ള കമ്മ്യൂണിക്കേഷൻസ് പോവുക. മെൻറ്റേഴ്സ് എന്തായിരിക്കും, അതിനായിരിക്കും അസിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു പുള്ളി വന്നിരിക്കുമ്പോൾ പുള്ളി ഓവർ ട്രേഡ് ആണ്, പുള്ളി മെയിൻ നമ്മൾ അനലൈസ് ചെയ്തപ്പം ഓവർ ട്രേഡിംഗ് ആണ്. അതായത് കുറേ ഇങ്ങനെ ചുമ്മാ ചറവറ ട്രേഡ്സുകൾ എടുത്ത് കൂട്ടുന്നതാണ് പുള്ളി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുള്ളിയുടെ സെറ്റപ്പിൽ ആദ്യം പുള്ളി എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ 1-2 ട്രേഡ് പ്രോഫിറ്റബിൾ ആയിരിക്കും, പിന്നെ എടുക്കുന്ന ട്രേഡ് എല്ലാം ലോസ് ആയിരിക്കും. ഇതാണ് പുള്ളിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ട്രേഡിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1-2 ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ ഫോൺ അങ്ങ് വാങ്ങിച്ചു വയ്ക്കും, പിന്നെ അതിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കത്തില്ല. ഇപ്പം പുള്ളി ആലപ്പുഴ ആ സൈഡിൽ നിന്ന് വരുന്ന പുള്ളിയാണ്. പുള്ളി ഇപ്പോൾ ഇവിടെ വീടെടുത്തിട്ട്, കസിൻ്റെ വീടെടുത്തിട്ടാണ് പുള്ളി താമസിക്കുന്നത്. അപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന് ഒരു അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയത്തില്ല. പ്രോഫിറ്റബിൾ ആക്കി തരാം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അസിസ്റ്റ് ചെയ്യാം. ഈ അസിസ്റ്റൻസ് നമ്മൾ സക്സസ്ഫുൾ ആയിരുന്നു. അതാണ് ഇവിടെ മാർട്ടിൻ, ഇതിന്റെ അകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് അസിസ്റ്റ് ചെയ്യല്ല, നിങ്ങളെ ട്രേഡിനെ അസിസ്റ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി. സോ ആള് തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രോഫിറ്റബിൾ ആണ്, ഞാൻ ട്രേഡ് ചെയ്ത് ഞാൻ പ്രോഫിറ്റബിൾ ആണ്, എൻ്റെ ഇമോഷൻ കൊണ്ടാണ് ഞാൻ പോകുന്നത്. അതായത് ഇപ്പം ഞാൻ ട്രേഡ് ചെയ്തിട്ട് മതി എന്ന് പറയാൻ ഒരാളവിടെ ഇല്ല, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണോ എന്ന് പറയാൻ ഫിൽട്ടർ ചെയ്യാൻ ഒരാളവിടെ ഇല്ല. അപ്പം ആൾ പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇവിടുന്ന് പോകില്ല, ഞാൻ എന്തായാലും 3 മാസം കഴിഞ്ഞാലും ഞാൻ സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കാനാണ് പ്ലാൻ. സോ അപ്പോൾ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ബേസിസ് വരുമ്പോഴത്തേനും ഓക്കെ അവർക്ക് പ്രോഫിറ്റബിൾ ആവാം എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് എത്ര നാൾ എന്നാലും നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ തന്നെ ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മിനിമം ഒരു 1 year ഒക്കെ എടുക്കും ഈ ഒരു റിയലൈസേഷൻ കിട്ടാൻ.
നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റപ്സിലല്ല, സൈക്കോളജിയിലാണ്, അല്ലെങ്കിൽ ഇന്ന ഏരിയസ് ആണെന്ന് അവർക്ക് മനസ്സിലാവാൻ ഒരു 1 year എടുക്കും. അപ്പൊ അവരുടെ കയ്യിൽ നല്ല എമൗണ്ട് പോയിട്ടുണ്ടോ. ഇതിന്റെ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രേഡ് തുടങ്ങി 1-2 ട്രേഡ് എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്ട്രാറ്റജിയോ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റുകളോ ഒന്നും അല്ല ഇതിലെ പ്രശ്നം, നമ്മുടെ മൈൻഡാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ ഒരിക്കലും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുവാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ എന്ത് ചിന്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. മാർട്ടിൻ, നമ്മളിപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിനുടനീളം നമ്മൾ ഇമോഷൻസിനെ കുറിച്ച് സംസാരിച്ചു. ഇതിൽ കൂടുതലും ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇപ്പം നീ ആക്ച്വലി ഈ ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിനക്ക് എന്തായാലും ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്തത്? സോ അതിന്റെ ഫസ്റ്റ് ലോസ് എന്ന് പറയുന്നത്, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട സമയത്ത് തന്ന ഫീസാണ്. സോ ആ ഫീസ് ഞാൻ ട്രേഡ് ചെയ്തു. 35,000 രൂപ കണ്ട് ട്രേഡ് ചെയ്ത് 20,000 രൂപ ഒരു സിംഗിൾ ട്രേഡിൽ പോയി. അപ്പൊ അത് വീട്ടിൽ നിന്ന് അന്ന് വിടണം, ഇത് കൊണ്ട് കോളേജിൽ കൊടുക്കണം, ഫീസ് കെട്ടുന്നതാണെന്ന്. അപ്പോൾ അത് പോയി. അപ്പൊ ഞാനത് വീണ്ടും കൗണ്ടർ ട്രേഡ് ചെയ്യുവാണ്, ഇതൊക്കെ ഇടിക്കാൻ. അതും മൊത്തം പോയി. ഇമോഷണലി ഫുള്ള് ഡൗൺ ആയി പോയി. അതായത് ഇനിയിപ്പോ എന്നെ ചെയ്യും, വീട്ടിലെന്ത് പറയും, അതുപോലെ തന്നെ കോളേജിൽ എന്ത് പറയും, ഫീസ് കെട്ടണം. സോ ആ ഒരു സ്റ്റേജിലോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഞാൻ ഫസ്റ്റ് ട്രേഡിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പോയി. ഇനി രണ്ടാമത്തെ ട്രേഡ് എടുത്താൽ ഞാൻ ഇതിന് റിവെഞ്ച് ചെയ്യാനാണ്. പിന്നെയാണ് എനിക്ക് ബൈ എക്സ്പീരിയൻസ് മനസ്സിലായത്, പോയതാണ്. ഇനി നമുക്ക് ആ ഉള്ള ക്യാപിറ്റലിന് എന്ത് പെർസെന്റേജ് ഓഫ് റിട്ടേൺ എടുക്കാം. അല്ലാതെ നമ്മൾ മാർക്കറ്റിനോട് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കൊണ്ട് പറ്റൂല, നമുക്ക് നേടാൻ പറ്റത്തില്ല. മാർക്കറ്റിനോട് വാശി പിടിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഇപ്പൊ 5 ലക്ഷം 6 ലക്ഷം ലോസ് ആക്കി ഇഷ്ടം പോലെ ആൾക്കാർ ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടാവും. ഈവൻ ഒരു 1 CR വരെ ലോസ് ആയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ബിസിനസ് ഒക്കെ ചെയ്ത്. സോ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പോയ കാര്യം പോയി. ഇനി നിങ്ങൾ പുതിയൊരു ക്യാപിറ്റൽ ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യുക. അല്ലാതെ പോയതിനെ തിരിച്ചു പിടിക്കാൻ നോക്കിയാൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല, വെറുതെ ഉള്ളതും കൂടെ പോകും. അപ്പൊ നീ അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുത്തത്? ആക്ച്വലി ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1 week ബ്രേക്ക് എടുത്തിട്ട് ഞാൻ കംപ്ലീറ്റ്ലി റിയലൈസ് ചെയ്തു. സോ കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ നിന്നൊക്കെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഈടി ആദ്യം ഫീസ് അടച്ചു. അപ്പത്തേനും എൻ്റെ മൈൻഡ് ഒന്ന് ക്ലിയർ ആയി. എന്നിട്ട് ഞാൻ അതിൽ പതുക്കെ വർക്കൗട്ട് ചെയ്ത് ഒരു ചെറിയൊരു 5,000 രൂപ വെച്ചിട്ട് ഞാൻ പതുക്കെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഞാൻ പിക്കപ്പായി വന്നു. ഈവൻ ദോ ആ ഒരു സിംഗിൾ ഇമോഷണൽ മിസ്റ്റേക്ക് ഒന്നുമല്ല എനിക്ക് പറ്റിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ലോസസ് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക, മിസ്റ്റേക്ക് മനസ്സിലാക്കുക, ഇത് ചെയ്യാം. ഇപ്പൊ പക്ഷേ ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടിരിക്കുന്ന ആളുകളോ, എൻ്റെ കഴിഞ്ഞ ആഴ്ച കുറെ കാശ് പോയിട്ടോ. ഡെഫിനറ്റ്ലി ഞാൻ ഇതിൽ എങ്കിലും ഈ നഷ്ടപ്പെടുന്ന ചില ആൾക്കാർക്ക് നഷ്ടപ്പെട്ടാൽ അക്സെപ്റ്റ് ചെയ്യില്ല, നഷ്ടപ്പെട്ടതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ റിവെഞ്ച് ഉണ്ടാവും, തിരിച്ചു പിടിക്കും, പിന്നെയും പോവും അല്ലേ? അങ്ങനത്തെ ഒരു റിവെഞ്ച് എടുക്കാനായിട്ട് ഒരാൾ നിൽക്കുന്ന സമയത്താണെങ്കിൽ നിതിൻ എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത്? ഞാൻ പേഴ്സണലി ഫോളോ ചെയ്തുള്ള ഒരു സംഭവമാണ്. അതായത് ഓരോ എൻട്രിയും പുതിയ എൻട്രീസാണ്, ഓരോ എൻട്രീസും പുതിയ ഫ്രഷ് എൻട്രീസാണ്. നമ്മൾ പ്രീവിയസ് എൻട്രി വെച്ചിട്ട് നമ്മൾ പുതിയൊരു എൻട്രി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഫെയിലാവും. നമ്മൾ ഓരോ എൻട്രീനെയും പുതിയൊരു എൻട്രി, മാർക്കറ്റ് പുതിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അതായത് പ്രീവിയസ് ഞാൻ പ്രോഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ റിസ്ക് കൂട്ടാം, അല്ലെങ്കിൽ പ്രീവിയസ് എനിക്ക് ലോസ് ആണ്, എനിക്ക് അതിനെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ല. എപ്പോഴും നമുക്ക് എന്താണോ മാർക്കറ്റ് കാണിച്ചു തരുന്നത് അതാണ് നമ്മൾ മാർക്കറ്റിലോട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്ക് എന്താണോ തോന്നുന്നത്, അല്ല നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, അതല്ല നമ്മൾ മാർക്കറ്റുമായിട്ട്. നമുക്കൊരിക്കലും മാർക്കറ്റുമായിട്ട് വാശി പിടിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ഇത് പറ്റത്തില്ല. ഞാൻ എൻ്റെ 10,000 പോയി, ഞാൻ അടുത്ത ട്രേഡ് ഞാൻ 20 ആക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആക്കൂല, ഉള്ളതോടെ പോകത്തില്ല. പിന്നെ ഇതിൽ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറെ വലിയ ഫണ്ട് നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ, പേഴ്സണലി എനിക്കും ക്യാഷസ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇൻട്രാഡേ ആയിട്ടും സ്വിങ്സ് ആയിട്ടും ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ടും ഫോറക്സ് ആയിട്ടും കമോഡിറ്റി ആയിട്ടും ഇങ്ങനെ ഇഷ്ടം പോലെ മേഖലകളുണ്ട്. ഞാൻ ചെയ്ത ഇത്രേ ഉള്ളൂ. വൺസ് ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി, അത്യാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തത് ബ്രേക്ക് എടുത്തു. ഈ ബ്രേക്ക് എടുത്തത് ജസ്റ്റ് എല്ലാത്തിൽ നിന്ന് മാറിയെന്ന് എൻ്റെ മൈൻഡ് ക്ലിയർ ഔട്ട് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വീക്ക് പോയിന്റ്സ് എവിടെയാണ്, ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര വലിയ ലോസസ് വരുന്നത്, ഏത് സെഗ്മെൻറ്റിലാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ലോസ് വന്നത്, ഓപ്ഷൻ ബൈയിങ്ങിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലോസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ഒരു 10 or 20% മാത്രം ഞാൻ ഓപ്ഷൻ ബൈയിങ് എന്നുള്ള മേഖലയിലോട്ട് അലോക്കേറ്റ് ചെയ്തു. ബാക്കിയൊക്കെ ഒരു സ്വിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഇമോഷൻസ് ഞാൻ കുറച്ചും കൂടെ കാം ഡൗൺ ആയി. ആ ഒരു പൈസ ഉണ്ടാക്കാമെന്നുള്ളൊരു വ്യഗ്രത എന്തായി നമുക്ക് മാറിക്കിട്ടി. എനിക്ക് എന്താണ് ഒരു കംഫർട്ടബിൾ ആയിട്ട് കിട്ടുന്ന ഒരു 10 to 20% എനിക്ക് മന്ത്ലി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു ടാർഗറ്റായിട്ട് ഞാൻ കാണുന്നത്. എനിക്കൊരു
ഒരു മന്ത്ലി ഒരു 5%, എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ഒരു 5% ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മതി. എനിക്കൊരു 1 ഇയറിലോട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് ഒരു 50-60% ഞാൻ മേക്ക് ചെയ്തു. ഇതാണ് ഇനീഷ്യലി ബിഗിനിങ് സ്റ്റേജിൽ വരുന്ന ആൾക്കാർ ഫിഗർ ഔട്ട് ചെയ്യാത്ത ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. നമ്മൾ വരുന്ന പൈസയാണ് നോക്കുന്നത്, അല്ലാണ്ട് നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ല അവർ നോക്കുന്നത്. അതും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് 1-2 ദിവസം നിങ്ങൾ ട്രേഡിൽ നിന്ന് ബ്രേക്ക് എടുക്കുക. ട്രേഡിൽ നിന്ന് ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ട് എവിടെയാണ് നിങ്ങൾ നഷ്ടം വരുത്തുന്നത്, എവിടെയാണ് നിങ്ങളുടെ കറക്റ്റ് ചെയ്യുന്നത്, ആ സംഭവത്തിൽ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കുന്ന ട്രേഡുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സക്സസ് ആയി പോകും. പിന്നെ എല്ലാ ദിവസവും ട്രേഡ് എടുക്കണം എന്നുള്ളൊരു വാശിയും കൂടെ മാർക്കറ്റോട് കാണിക്കാതിരിക്കുക. ഇതിനിപ്പോൾ നമ്മൾ നഷ്ടത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഇതുപോലെ പ്രോഫിറ്റും ഉണ്ടല്ലോ. ഇപ്പം നിനക്ക് നഷ്ടത്തിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പണ്ട് നിർത്തിപ്പോയാനെ. എനിക്ക് പറ്റിയ പണിയില്ല. ഞാനങ്ങനെ ഞാനൊരു സാധനം കുറേ നേരം ചെയ്താൽ എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ നിർത്തിപ്പോവും, അടുത്ത മേഖല അന്വേഷിച്ച് പോവാം. അപ്പോൾ ഈ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്തും ഇതേപോലെ തന്നെയാണല്ലോ. പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ഇക്കൊക്കെ ഒരു 10,000 രൂപ ലോസ് വന്നു, ഒരു 20,000 രൂപ പ്രോഫിറ്റ് വന്നു. സിക്കയുടെ മെന്റാലിറ്റി എങ്ങനെയായിരിക്കും? അതായത് വേ ഓഫ് ആക്ടിങ് കുറച്ചുകൂടെ നോക്കാം. ഈ ഒരു മെന്റാലിറ്റിയിലായിരിക്കും ബിഗിനേഴ്സ് വരുന്ന എല്ലാ ട്രേഡിങ്ങിലും വരുന്നത്. പക്ഷെ ഇത് നമ്മളെ കൂടുതലായിട്ട് ലോസിലോട്ടാണ് എത്തിക്കത്തുള്ളൂ. ഈവൻ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും സെയിം ഒരു വേ ഓഫ് ഇമോഷനിൽ നമുക്ക് അതിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പം എനിക്ക് ലോസ് ആണെങ്കിൽ ഓക്കെ ഫൈൻ ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ ഓക്കെ ഫൈൻ പ്രോഫിറ്റ്. ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഡെവലപ്പായി വേണം. എന്തായാലും നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്കൊരു സാധനം റിവാർഡ് കിട്ടുമ്പോൾ നമുക്കൊരു മെൻ്റൽ സന്തോഷം ഉണ്ടാവും. പക്ഷെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴത്തേനും സന്തോഷം ഉണ്ടാവും, പക്ഷെ അതൊരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെ വലിയ രീതിക്ക് സന്തോഷിക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു ഈക്വലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കാണാൻ. ഈവൻ ദോ പ്രോഫിറ്റ് ആണെങ്കിലും ഇപ്പം ഞാൻ 10,000 രൂപ കളഞ്ഞാലും എനിക്ക് 50,000 രൂപ പ്രോഫിറ്റ് കിട്ടിയാലും സെയിം വേ ഓഫ് ഇമോഷൻസ് ആയിരിക്കണം ആസ് എ ട്രേഡർ എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ചേക്കുന്നു. ഞാൻ വേണമെങ്കിൽ അതിന് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞു. അതായത് ഫസ്റ്റ് ഒരു പ്രോഫിറ്റ് കിട്ടി നമുക്ക്. എനിക്ക് ഞാൻ 20,000 പ്രോഫിറ്റ് കിട്ടി. ഏകദേശം ഇട്ട ക്യാപിറ്റൽ 100% ആണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. ആദ്യം അത് നോക്കുക. അതായത് നമുക്കൊരു മന്ത്ലി ടാർഗറ്റ്, ഇയർലി ടാർഗറ്റ്, മന്ത്ലി ടാർഗറ്റ്, വീക്ക്ലി ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഈ കിട്ടിയേക്കുന്ന പ്രോഫിറ്റ് വീക്ക്ലി ടാർഗറ്റ് ആണോ, മന്ത്ലി ടാർഗറ്റ് ആണോ, ഇയർലി ടാർഗറ്റ് ആണോ നോക്കുക. ഓക്കെ, വീക്ക്ലി ടാർഗറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അന്നത്തെ വീക്ക് വേറെ ട്രേഡുകളൊന്നും പോകരുത്. മന്ത്ലി ടാർഗറ്റ് ആണെങ്കിലോ ആ മാസം വേറെ ട്രേഡ് പോകില്ല. ഇയർലി ട്രേഡ് ആണെങ്കിലോ വേറൊരു ട്രേഡ്, വർഷം ഫ്രീ ആണ്. അപ്പം കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ആ അതല്ലാതെ 10 കിട്ടി 10 ഇട്ട് നോക്കാം. ഒരു ഗാംബ്ലിംഗ് പോലെ ഒരിക്കലും കാണരുത്. ഒരിക്കലും അല്ല. കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഗാംബ്ലിംഗ് മോഡിലോട്ട് വരും. അവിടെയാണ് ഒരു പ്രൊഫഷണൽ ട്രേഡറും ഒരു നോർമൽ നൂബി ട്രേഡർ തമ്മിലുള്ള വ്യത്യാസം. എത്ര പെർസെന്റേജ് ഓഫ് ആളുകൾ സക്സസ് ആവുന്നുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ബ്രോക്കർ നമുക്ക് കാണിച്ചു തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഏകദേശം 90% ഓഫ് ആൾക്കാർ, 90% ഓഫ് പീപ്പിൾ ആർ ട്രേഡേഴ്സ് ആർ ലൂസ് മണി ഇൻ ദ മാർക്കറ്റ്. അതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. സോ അത് ആക്ച്വൽ നമ്പറാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇറങ്ങുന്ന പറഞ്ഞില്ല, ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന ബ്രോക്കേഴ്സിന്റെ അവരുടെ ടെർമിനലിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയാണ് അവർ പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒറ്റ മേഖലയേ ഉള്ളൂ. നമുക്ക് പറ്റിയ നമ്മുടെ ഇമോഷൻസിനും നമ്മുടെ ലൈഫ് സ്റ്റൈലിനും നമ്മുടെ വർക്ക് സ്റ്റൈലിനും നമ്മുടെ ഡിപ്രഷനും എന്താ പറയുക സെറ്റ് ആവുന്ന സെഗ്മെന്റ് ഏതാണെന്ന് ഫൈനലൈസ് ചെയ്യുക, അതുമായിട്ട് മുമ്പോട്ട് പോവുക. അതിൽ നിന്നൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 5-10% ഇൻകം മന്ത്ലി മേക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിലോട്ട് വരുമ്പോൾ ആൾക്കാരുടെ ഇഷ്യൂസ് ആണ്. അതായത് എൻ്റെ കയ്യിൽ ആപ്പാടെ 10,000 ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യണം? 10,000 ഞാൻ പറഞ്ഞല്ലോ, 5-10% നമുക്ക് മന്ത്ലി മേക്ക് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്താൽ മതി. 10% ഇടുമ്പോൾ 1 ഇയർ ആകുമ്പോഴേക്കും 120% ടോട്ടൽ ക്യാപിറ്റലിന്. അപ്പോൾ 10,000 ആണ് ഇടുന്നതെങ്കിൽ അതിന്റെ 120% ആയിരിക്കും കിട്ടുക 1 ഇയർ കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ 10,000 മാത്രം അവരുടെ കയ്യിലുള്ളെങ്കിൽ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് സെഗ്മെന്റ് ഉണ്ട്. അവർ സ്വിങ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? സ്വിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുമായിരിക്കും. ചിലപ്പോൾ ഒരു നല്ല മാർക്കറ്റ് ആണ്, നല്ല ബുൾ മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 20-30% ഒക്കെ ചിലപ്പോൾ മന്ത്ലി കിട്ടും. ബെയർ മാർക്കറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ പോവുകയും ചെയ്യും. ഇവിടെ അവന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് ഫോറക്സ് മാർക്കറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്, ഫണ്ടഡ് അക്കൗണ്ട്സിലോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ഇതിനെ ഇപ്പം അതൊക്കെ പറഞ്ഞില്ലേ, എന്താണ് ഒരു മെന്റർ കൊണ്ടുള്ളൊരു ഉപകാരം എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാം. ഏത് മേഖലയിലോട്ടാണ് ഡൈവേർട്ട് ചെയ്യുന്നത് അങ്ങോട്ട് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു. അതായത് പുള്ളി അത്യാവശ്യം ബിസിനസ് നഷ്ടപ്പെടുത്തി പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി എന്തായിരുന്നു, പുള്ളി ഇന്ത്യൻ മാർക്കറ്റിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് അത്യാവശ്യം വലിയൊരു ക്യാപിറ്റൽ പോയ നഷ്ടത്തിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്ലോറിൽ വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, പുള്ളിയോട് സംസാരിച്ചു, പുള്ളിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരു മാസം പുള്ളിക്ക് എത്രയാണോ ഒരു അടവ് വരുന്നത്, എത്രയാണോ EMI കെട്ടാനുള്ളത്, ചുരുങ്ങിയത് ഒരു 1.5 നിയർ ബൈ പുള്ളിക്ക് ഒരു മാസം
കെട്ടാൻ വേണ്ടി മാത്രമേ EMI വേണം, EMI ആയിട്ട് മാത്രം വേണം. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പുള്ളീനെ സംസാരിച്ച് ഈ ഒരു ഏകദേശം ഒരു 1 or 2 lakh ആയിരുന്നു പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാപിറ്റൽ, ബാക്കി വന്ന ക്യാപിറ്റൽ നഷ്ടം കഴിഞ്ഞ് ബാക്കി വന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എന്തോ പുള്ളീനെ ഫോറക്സിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഫോറക്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫണ്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എന്താ പറയുക, അതാണ് ഈ ഒരു അസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത ഒരു എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്ന നമുക്ക് കുറച്ചൊരു കൈൻഡ് ഓഫ് ഒരു സജഷൻസ് ഉണ്ടല്ലോ, ഇമോഷണലി ബാലൻസ് ആക്കിയാൽ. ഡെഫിനറ്റ്ലി ഇപ്പം പുള്ളി നമ്മുടെ ഓൺലൈൻ നമ്മുടെ പുള്ളിക്ക് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെന്ററിനെ നമ്മളെ ലൊക്കേറ്റ് ചെയ്തിട്ട് പുള്ളിക്ക് 1-on-1 ആയിട്ട് നമ്മൾ ക്ലാസ്സസ് നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പം ആ രീതിയിലുള്ള സർവീസസ് ആണ്. അല്ലാണ്ട് ഇവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തിന് നമ്മൾ വലിയ പ്രോഫിറ്റബിൾ ഉണ്ടാക്കി അങ്ങനെയല്ല. ഇതിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസിസ്റ്റൻസ് ആണ് ഇതിലെ ഏറ്റവും വലിയ സംഭവം. അതിനെ നമ്മളാണ് മേക്ക് ഷുവർ ചെയ്യുന്നത്. കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരിയാവും. ഇപ്പൊ ഇക്കോട് തന്നെ പറയുകയാണെങ്കിൽ ഇക്ക ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, അതായത് ഭയങ്കര എനർജി ഉള്ളതാണല്ലോ ഈ ബാധിക്ക. അപ്പൊ ഈ ബാധിക്കൊക്കെ ഒരിക്കലും ഇൻട്രാഡേറ്റ് ചെയ്യാൻ പറ്റൂല. അത് നമുക്ക് കുറച്ച് സംസാരിച്ച് മനസ്സിലാവും. എനിക്ക് ഇൻട്രാഡേറ്റ് ചെയ്യാൻ പറ്റൂല, ലോസ് ആയിരിക്കും. ഇക്കയ്ക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റോ പറ്റത്തുള്ളൂ. അത് നമുക്ക് പറ്റത്തില്ല. അത് ഇക്ക പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ കുറെ ആൾക്കാരെ കണ്ടാണ് ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ. അപ്പൊ ഓരോരുത്തർക്കും പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യാനാണ് മെന്റർ ചെയ്യുക. അല്ലാതെ മെന്റർ അവിടെ മാജിക് ഒന്നും ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച്. നമ്മളെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് പോഡ്കാസ്റ്റ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനേക്കാൾ എനിക്കൊരു കാര്യം കിട്ടി. അപ്പൊ അതൊക്കെ റെഡി ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റ് അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഉറപ്പാണ്. കാര്യം നിങ്ങളുടെ ഒരു വിഷനും ഒക്കെ ഞാൻ നേരിട്ട് കാണുകയൊക്കെ ചെയ്താണ്. എന്തായാലും നമുക്കിതിനെ വളരെ രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്യട്ടെ, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യട്ടെ, അല്ലേ? എല്ലാവർക്കും നമ്മുടെ നിഖിൽ പറഞ്ഞ പോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, അല്ലേ? എല്ലാവരുടെയും ലൈഫിൽ ഹാപ്പിനെസ് വരട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.